നഷ്ടപരിഹാരം ഇതോടുകൂടി തരണം. ഫോറസ്റ്റുകാർ ഇതിന് വേണ്ടതായ നടപടി ഉടൻ തന്നെ എടുക്കണമെന്ന് വളരെ താല്പര്യത്തോട് ഞങ്ങൾ പറയുകയാണ്. ഇനി കർണാടക നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതിരുന്ന ഗവർണർക്കെതിരെ നടപടിക്കുള്ള സാധ്യത തേടി കർണാടക സർക്കാർ. ഇന്നലെ വൈകിട്ട് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിനെതിരെ സ്വീകരിക്കാൻ സാധിക്കുന്ന നിയമ നടപടികൾ ചർച്ച ചെയ്തു. ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്ത് അയക്കാനുള്ള സാധ്യതയും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. പുതുവർഷത്തിലെ ആദ്യ സമ്മേളനത്തിലേക്ക് ഇന്നലെ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് എത്തിയെങ്കിലും മന്ത്രിസഭ തയ്യാറാക്കിയ നയപ്രഖ്യാപന പ്രസംഗം പേരിനു മാത്രം വായിച്ച് ഇറങ്ങിപ്പോകുകയായിരുന്നു. ദേശീയഗാനം പൂർത്തിയാക്കും മുമ്പ് ഇറങ്ങിപ്പോയ ഗവർണറുടെ നടപടിയും സർക്കാർ ആയുധമാക്കിയിട്ടുണ്ട്. വിവാദങ്ങൾക്കിടെ പ്രത്യേക നിയമസഭാ സമ്മേളനം ഇന്നും തുടരും. സഭാ നടപടികളിലേക്ക് കടക്കും മുന്നേ മന്ത്രിസഭാ ഉപദേശക സമിതിയുടെ യോഗം മുഖ്യമന്ത്രി ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്.